അങ്ങനെ രാജസ്ഥാൻ IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. ശരിക്ക് കളിച്ചുവെങ്കിൽ രാജസ്ഥാൻ ഇന്ന് ഈസി ആയിട്ട് ജയിക്കേണ്ടതായിരുന്നു. ഹൈദരാബാദിന് 175 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും മറികടക്കാൻ രാജസ്ഥാന് സാധിച്ചില്ല. ഹൈദരാബാദ് 36 റൺസിന്റെ വിജയമാണെന്ന് സ്വന്തമാക്കിയത്. ഇന്ന് കളി തോറ്റ ശേഷം സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ കപ്പ് നേടുമെന്ന് IPL-ന്റെ സ്റ്റാർട്ടിംഗ് തന്നെ എല്ലാവരും കരുതി. അതുപോലത്തെ മികച്ച കളിയാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ RCB ടീമിനെ തോൽപ്പിച്ചാണ് SRH-നെതിരെ ഇന്ന് രാജസ്ഥാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാന് അടിപതറി. എവിടെയാണ് രാജസ്ഥാനെ പിഴച്ചത്? സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ബൗളിങ്ങിൽ ഞങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവരെ 175 റൺസ് ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പണി കിട്ടിയത് ബാറ്റിംഗ് ആണ്. ബാറ്റിംഗിൽ ആരും തന്നെ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. ജയ്സ്വാളും ജൂറലും മാത്രമാണ് ഇന്ന് കളിച്ചത്. ഞാനും പരാഗും ഫ്ലോപ്പായി. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കളിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ കളി ജയിച്ചേനെ. ഓപ്പണിംഗിൽ ബട്ട്ലർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ കളി ജയിച്ചേനെ. ബട്ട്ലർ പോയതും ഞങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കാഡ്മോർ പവർ പ്ലേയിൽ മെല്ലെയാണ് കളിച്ചത്. അതാണ് പണിയായത്. ഞങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. പിച്ചിൽ വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ബാറ്റിംഗിലാണത് കൂടുതലായും കാണപ്പെട്ടത്. പിച്ച് പവർ പ്ലേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്ലോ ആയി. അതുകൊണ്ടാണ് ഹൈദരാബാദ് സ്പിന്നേഴ്സിനെ കൊണ്ടുവന്ന് ഞങ്ങളെ മടക്കിയത്. പിച്ചിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഞങ്ങൾ കളി തോറ്റത്. ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ സ്പിന്നേഴ്സിന് നല്ല ടേൺ ലഭിച്ചു. ഈ പിച്ചിൽ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് ഈസിയല്ല കാര്യങ്ങൾ. ഞങ്ങൾ ഇന്ന് കളി തോൽക്കാൻ കാരണമായത് ഈ പിച്ചിന്റെ കുഴപ്പമാണ്. IPL നിന്ന് പുറത്തായതിൽ ഒരുപാട് വിഷമമുണ്ട്. അടുത്ത സീസണിൽ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. രാജസ്ഥാൻ ഫൈനൽ എത്തുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. അവസാനം രാജസ്ഥാൻ SRH-നോട് തോറ്റ് പുറത്തായിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാൻ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.